സിംഹവും പുലിയും കടുവയും എല്ലാം ഉൾപ്പെട്ട ക്യാറ്റ് ഫാമിലിയിലെ അംഗം. ഫാമിലിയുടെ പേര് തന്നെ കേട്ടില്ലേ, ക്യാറ്റ് എന്ന്. ഓൾഡ് മുതൽ ന്യൂ ജനറേഷൻ വരെ ആരാധനയോടെ സാർ എന്ന് വിളിച്ചു ബഹുമാനിക്കുന്ന ഒരേയൊരു ജീവി. കേവലം 1 കിലോ ഭാരവും 1000 ടൺ ധൈര്യവുമുള്ള പൂച്ച സാറിനെ കുറിച്ചാവാം ഇന്നത്തെ വീഡിയോ. ഒന്നിനെയും പേടിയില്ലാത്ത റഫ് ആൻഡ് ടഫ് ക്യാരക്ടർ ഒരു പക്ഷേ പൂച്ചയ്ക്ക് മാത്രമേ ഉണ്ടാവുകയുള്ളൂ. നായകളുടെ ഒരു സംഘം വന്നാലും നടുവും വളച്ച് വാലുമുയർത്തിയൊരു നിൽപ്പുണ്ട്. ഇടതുവശത്ത് നിന്നാവും അടി വരുന്നതെന്ന് വിചാരിച്ചു നിൽക്കും, പക്ഷെ അടി കിട്ടുന്നത് വലത്തുനിന്നായിരിക്കും. ഞാൻ നിൽക്കുന്ന ഇടം എന്റെ ഏരിയ, അതാണ് പൂച്ച സാറിന്റെ ആറ്റിറ്റ്യൂഡ്. സ്വന്തം ഇടത്തെ സംരക്ഷിക്കാനും കടന്നുകയറ്റം തടയാനും സഹജമായ സ്വഭാവം പൂച്ചകൾക്കുണ്ട്. പത്തി വിരിച്ചു നിൽക്കുന്ന പാമ്പുകളെ പോലും പുല്ല് വിലയാണ് നമ്മുടെ പൂച്ച സാറിന്. സാറിന്റെ മുന്നിൽ പെട്ടാൽ ഏത് പാമ്പും തീർന്നു. 360 ഡിഗ്രി തിരിഞ്ഞു കൊത്തുന്ന സാക്ഷാൽ അണലിയെ പോലും കൊന്നു കൊല വിളിക്കുന്ന സ്വഭാവമാണല്ലോ പൂച്ച സാറിന്. കഴിഞ്ഞ ദിവസം 8 അണലികളെയാണല്ലോ പൂച്ചയും കുഞ്ഞുങ്ങളും ചേർന്ന് അടിച്ചു കൊന്നത്. ആക്രമിക്കണമെന്ന ചിന്ത എതിരാളിയുടെ തലച്ചോറിൽ ഉടലെടുക്കും മുമ്പേ അടി വീണിരിക്കും. പൂച്ചകൾ പൊതുവെ കൗതുകം കുറച്ചധികമുള്ളവരാണ്. തന്റെ ചുറ്റുപാടുകൾ നിരീക്ഷിക്കുകയും ചെറിയ ഒരു അനക്കം കണ്ടാൽ പോലും അതെന്താണെന്ന് അന്വേഷിക്കുകയും ചെയ്യും. പൂച്ച വളരുന്നത് നമ്മുടെ വീട്ടിലാണെങ്കിലും അവര് നമ്മളെ കാണുന്നത് അവരുടെ വീട്ടിലെ ഒരംഗം മാത്രമായിട്ടാണ്. പുറത്തു നിന്ന് പിടിച്ച പാമ്പിനെയും പല്ലിയെയും ഒക്കെയായി നമ്മുടെ വീട്ടിലേക്ക് വരുമ്പോൾ അവർ കരുതുന്നത് ഇതൊക്കെ നമുക്ക് ഇഷ്ടമാണെന്നും നമ്മൾ ഇതിന് വിവരിക്കണമെന്നൊക്കെയാണ് അവരുടെ മനസ്സിൽ ചിന്തിക്കുന്നത്. ഇത്രയൊക്കെ ചെയ്തിട്ടും സ്നേഹമില്ലാത്ത ജീവിയെന്ന് ചിലരെങ്കിലും പറയാറുണ്ട്. വിഷമിച്ചിരിക്കുമ്പോൾ ഒരു കുഞ്ഞു മ്യാവ് വിളിയും സ്നേഹത്തോടെയുള്ള തൊട്ടുരുമലുകളും നമുക്ക് തരുന്ന ഒരു ആശ്വാസമുണ്ട്. അത് എത്രത്തോളാണെന്ന് മറ്റാരേക്കാളും പൂച്ചപ്രേമികൾക്ക് നന്നായി അറിയാം. സോ പൂച്ചക്കാര്യങ്ങൾ ഇവിടെ തീരുന്നില്ല. അടുത്തൊരു വീഡിയോയില് വീണ്ടും കാണാം.